മദ്യനിരോധനം എന്ന കുഞ്ഞിന്റെ കഴുത്ത് അറുത്ത് കൊലപ്പെടുത്തിയപ്പോ ആ കത്തി പിടിച്ച കൈക്കൊന്ന് കടന്നു പിടിക്കാൻ ലീഗിന് കഴിഞ്ഞില്ല, മുസ്ലിം ലീഗിന് സാധിച്ചില്ല. 5ാം മന്ത്രിലബ്ധിക്ക് വേണ്ടി ലീഗ് കാട്ടിക്കൂട്ടിയ മാത്താങ്കൂത്തുകൾ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. എന്തൊരു വലിയ ഘോര പടപ്പുറപ്പാടാണ് ലീഗ് നടത്തിയത്. ആ മന്ത്രിലബ്ധിക്ക് ശേഷം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ലീഗ് ഉയർത്തിയ മുദ്രാവാക്യം ആർക്കാണ് മറക്കാൻ വേണ്ടി കഴിയുക? അന്ന് കാണിച്ച ആവേശത്തിന്റെ 1000-ലൊരംശം ഇപ്പോൾ കാണിച്ചിരുന്നു എങ്കിൽ ഈ നിലപാട് സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയുമായിരുന്നോ? സാധിക്കുമായിരുന്നോ? RSSനെയും BJPയെയും വരെ എങ്ങനെ പ്രീണിപ്പിക്കാമെന്നാണ് ലീഗ് നോക്കുന്നത്. നരേന്ദ്രമോദിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപയുടെ ചെക്ക് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അഹമ്മദ് സാഹിബും അഖിലേന്ത്യാ സെക്രട്ടറിമാരിൽ ഒരാളായ ET മുഹമ്മദ് ബഷീർ സാഹിബും കൈമാറിയല്ലോ. നരേന്ദ്രമോദി ആ ഫോട്ടോ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ട്വിറ്ററിൽ അത് സംബന്ധമായ കമന്റ് നടത്തി. മുസ്ലിങ്ങൾ BJPക്കെതിരല്ല എന്ന് സ്ഥാപിക്കാൻ സംഘപരിവാർ അഹമ്മദും ET മുഹമ്മദ് ബഷീറും നൽകിയ ചെക്ക് നൽകുന്ന ഫോട്ടോ രാജ്യവ്യാപകമായി ഉപയോഗിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ RSSന്റെ ദംഷ്ട്രങ്ങളെ സമൂഹമധ്യത്തിൽ തുറന്നു കാണിക്കുമ്പോ അതിനെ പ്രതിരോധിക്കുവാനുള്ള കവചമായി RSS രാജ്യത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും സെക്രട്ടറിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ ചെക്കിന്റെ ഫോട്ടോയും വാർത്തയുമാണ്. ആരായി നരേന്ദ്രമോദി? നൂറുകണക്കിന് ആളുകളെ ഗുജറാത്തിൽ കൊന്നിട്ട് 10 പൈസയുടെ ധനസഹായം സർക്കാർ ഫണ്ടിൽ നിന്ന് നൽകാത്ത കേമനാണ്. ആ കേമന്റെ കയ്യിൽ കൊണ്ടുപോയാണ് 25 ലക്ഷം രൂപയുടെ ചെക്ക് ലീഗ് വെച്ചു കൊടുത്തത്. ലീഗ് അതിന് ന്യായം പറഞ്ഞത് എന്താ? ഞങ്ങൾ മുൻ പ്രധാനമന്ത്രിമാരുടെ ദുരിതാശ്വാസ നിധിയിലേക്കും പണം കൊടുത്തിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ ലീഗ് വല്ല പിരിവും കേരളത്തിൽ നടത്തിയോ? മുസഫർ നഗറിലെ കലാപബാധിതരെ സഹായിക്കാൻ ലീഗ് പിരിച്ചെടുത്ത പണത്തിൽ നിന്നാകും ആ 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ പണത്തിന്റെ സോഴ്സ് ലീഗ് വെളിപ്പെടുത്തണം. പണം കൊടുത്താണോ രാജ്യഭക്തരാവുക? RSSന്റെ മേൽക്കോയ്മ നിലനിൽക്കുന്ന നാട്ടിൽ ധനം കൊടുത്തിട്ടാണോ? പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടാണോ? രാജ്യസ്നേഹം BJP ഭരിക്കുന്ന നാട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോ സമൂഹമോ പ്രകടിപ്പിക്കേണ്ടത്? നരേന്ദ്രമോദിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് RSS എത്ര രൂപ സംഭാവന നൽകി? BJP എത്ര നൽകി? ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി 10 രൂപയുടെ ചെക്ക് കൈമാറിയോ നരേന്ദ്രമോദിക്ക്? ആദർശ ഗ്രാമുകൾ BJP തെരഞ്ഞെടുത്തപ്പോ ഇന്ത്യയിലെ ഒരു മുസ്ലിം സാന്ദ്രീകൃത ഗ്രാമത്തെയും തെരഞ്ഞെടുത്തില്ലല്ലോ. അത്തരമൊരു സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലീഗ് എന്ത് കണ്ടാണ് ഈ പണം കൊടുത്തത്? ലീഗിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ലീഗിന്റെ ചില താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് CBI എൻക്വയറിയെ സംബന്ധിച്ച് അന്വേഷണം സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ ഉയരുമ്പോൾ അതിനെ പ്രതിരോധിച്ചു നിർത്താൻ നരേന്ദ്രമോദിയുടെ ഒരു കൈ സഹായം വേണ്ടി വന്നാലോ ഉപയോഗപ്പെടുത്താം എന്ന് കരുതി ലീഗ് നടത്തിയ രാഷ്ട്രീയ കളിയാണിത് എന്ന് മനസ്സിലാക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണം, സാധിക്കണം. ഇടതുപക്ഷത്തെ വിമർശിക്കുന്നു മുസ്ലിം ലീഗ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നഖശിഖാന്തം എതിർക്കുന്നു മുസ്ലിം ലീഗ്. RSSും സംഘപരിവാർ ശക്തികളും നാട്ടിൽ
നാട്ടിൽ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുള്ള ശക്തമായ ഇടപെടലുകളിലൂടെ മാത്രമേ സാധ്യമാകൂ. അത്തരമൊരു സ്ഥിതി ഈ രാജ്യത്ത് ഉണ്ടാക്കേണ്ടതിന് പകരം ഓരോ മതവിഭാഗക്കാരും ജാതി വിഭാഗക്കാരും പ്രത്യേകം സംഘടിക്കണം എന്നാണ് ലീഗും ബിജെപിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് വാദങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? മുസ്ലിമിന്റെ കാര്യങ്ങൾ പറയുക, ഹിന്ദുവിന്റെ കാര്യങ്ങൾ പറയുക. ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യം പറയാൻ പിന്നെ ആരുണ്ട്? എല്ലാ മതവിഭാഗത്തിലും പെടുന്ന മനുഷ്യരുടെ അടിസ്ഥാന അവകാശങ്ങൾ ഒന്നാണ്. ദാരിദ്ര്യം, കഷ്ടപ്പാട്, കണ്ണുനീർ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇവക്കൊന്നും മതജാതി വൈജാത്യങ്ങൾ നമുക്ക് കൽപ്പിച്ചു നൽകാൻ ആവില്ല, സാധിക്കില്ല. എല്ലാ മനുഷ്യരുടെയും കഷ്ടപ്പാടും ദുരിതവും പ്രയാസങ്ങളും അകറ്റാൻ പ്രവർത്തിക്കുന്ന കോമൺ പ്ലാറ്റ്ഫോമുകളാണ് ഈ രാജ്യത്ത് രൂപപ്പെട്ടു വരേണ്ടത്. അതിനുവേണ്ടിയാണ് ഇടതുപക്ഷ പാർട്ടികൾ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തെ അനുകൂലിക്കുവാൻ ഈ നാട് കടപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ അതിന് ബാധ്യതപ്പെട്ടിരിക്കുന്നു. കാലവും ചരിത്രവും തങ്ങളിൽ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാതെ മാറി നിന്നാൽ ഇടതുപക്ഷത്തെ ദുർബലമാക്കുവാനുള്ള കുൽസിത നീക്കങ്ങൾക്ക് ചൂട്ടുപിടിച്ചാൽ അതിന് അവർ കൊടുക്കേണ്ടി വരുന്ന വില വളരെ കൂടുതലായിരിക്കും. ആ അപരാധം ചെയ്യാതെ ലീഗ് നോക്കണമെന്ന് മാത്രമാണ് അതേക്കുറിച്ച് എനിക്ക് അഭിപ്രായപ്പെടുവാനുള്ളത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന മതാന്തതയുടെ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഇനിയും നമുക്ക് ബലപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ CPIM ശക്തമായിട്ടുള്ള കാൽവെപ്പുകൾ നടത്തുമ്പോൾ ആ കാൽച്ചുവടിന്റെ കൂടെ കാലുകൾ ചലിപ്പിക്കുവാൻ, പാദങ്ങൾ മുന്നോട്ട് വെക്കുവാൻ നാട്ടിലെ മുഴുവൻ ജനങ്ങളും തയ്യാറാകണം, ഒരുക്കമാകണം. അതിന്റെ വലിയ ഒരു നാന്ദിയാകട്ടെ ഈ സമ്മേളനവും ഈ മഹാപ്രകടനവും എന്നഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ CPIM-നെയും വ്യക്തിപരമായി എന്നെയും അകറ്റുവാനുള്ള നീക്കങ്ങൾ നടത്തുന്ന ആളുകൾ ഖേദിക്കേണ്ടി വരും. അവർ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇറക്കി വെക്കുന്നതാണ് നല്ലത് എന്ന കാര്യവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.